പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. വയനാട് ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ എല്ലാവരും ഒരുപാട് പേടിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച്. പേടിക്കേണ്ട വിഷയം തന്നെയാണ്. നിങ്ങളെപ്പോലെ ഞാനും ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ വല്ലാതെ ഭീതിയിലാണ്. നിങ്ങൾ ഓൾറെഡി യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളിലെല്ലാം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് മടുത്തിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ പേടിച്ചിരിക്കുകയായിരിക്കും. അതോടൊപ്പം ഒരുപക്ഷെ ഞാനും നിങ്ങളെ പേടിപ്പിക്കാൻ വന്നോ അല്ലെങ്കിൽ ബോറടിപ്പിക്കാൻ വന്നോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, പറ്റുമെങ്കിൽ നിങ്ങൾ കേൾക്കുക. നിങ്ങൾ വീണ്ടും ഇത് ആവർത്തിച്ച് കേൾക്കേണ്ട ഒരു സ്ഥിതി വന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നുവെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. നമുക്കറിയാം, 1857 1895 ഇടയിൽ മദ്രാസ് പ്രസിഡൻസിയിൽ, അതായത് ഇന്നത്തെ തമിഴ്നാട്ടിലെ കർഷകർക്ക് സേവനം നൽകാൻ വേണ്ടിയിട്ട് അന്ന് ബ്രിട്ടീഷ് സർക്കാർ വെള്ളം കിഴക്കോട്ട് വിടാൻ തീരുമാനിച്ചതിൻ്റെ പേരിൽ ജോൺ ബെനഡിക്ട് നിർമ്മിച്ചതാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജാക്കന്മാരും പഴയ തിരുവിതാംകൂർ രാജാവും തമ്മിൽ ജലപങ്കാളിത്തത്തിന് കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ആ കരാറാണ് ഇന്നത്തെ കേരളവും തമിഴ്നാടുമായിട്ടുള്ള എല്ലാ തർക്കത്തിൻ്റെയും അടിസ്ഥാന ഘടകം എന്ന് വേണം കരുതാൻ. 128 വർഷം പഴക്കം ഉള്ള നമ്മുടെ ഈ ഒരു മുല്ലപ്പെരിയാർ അണക്കെട്ട്, അതവിടെ അങ്ങനെ ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിനെ അവിടെ അങ്ങനെ പിടിച്ചു നിർത്തുന്നത്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അതിനെ അവിടെ അങ്ങനെ പിടിച്ചു നിർത്തുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ പ്രാർത്ഥനകളാണെന്ന് വേണം കരുതാൻ. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാലുണ്ടാകുന്ന ഒരു ദുരിതം എന്ന് പറയുന്നത്, ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ 180 മടങ്ങ് ശക്തിയുള്ള ജലബോംബായിരിക്കും നമ്മളെ വിഴുങ്ങാൻ വരുന്നത്. ഇതൊന്നും പറയാനോ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാനോ ഇതിൻ്റെ അനുഭവങ്ങളെ വിവരിക്കാനോ നമ്മൾ ആരും ഇവിടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. 2011 നമ്മുടെ പിണറായി വിജയൻ അല്ലെങ്കിൽ ഇടത് മുല്ലപ്പെരിയാർ അപകടാവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു ആട്ടവും അനക്കവും ആ ഒരു വിഷയത്തിൽ നമുക്ക് കേൾക്കാനോ അറിയാനോ പറ്റുന്നില്ല എന്നത് ഖേദകരമാണ്. 1958, 60, 69 വർഷങ്ങളിൽ കരാർ പുതുക്കൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1970 സി അച്യുതമേനോൻ കരാർ പുതുക്കി. 1886 പാട്ട കരാറിൻ്റെ അനീതി ചൂണ്ടിക്കാട്ടി അതിൻ്റെ വാലിഡിറ്റി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ കുമിളി ഗ്രാമപഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കിഴക്ക് തമിഴ്നാടും പടിഞ്ഞാറ് കേരളവുമാണ്. ഈ മുല്ലപ്പെരിയാറിൻ്റെ ഒരു പ്രശ്നം കാര്യമായിട്ട് തുടങ്ങിയത് 2009 മുതലാണ്. 2009 ഒരു സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനശ്രദ്ധ ഇതിലേക്ക് വന്നു തുടങ്ങിയത്. അതിന് മുൻപ് പ്രശ്നം ഉണ്ടായിരുന്നു എങ്കിലും ഒരു എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ ഈ ഒരു വിഷയം ഏറ്റുപിടിച്ച് അങ്ങനെയുള്ളൊരു പ്രശ്നം തുടങ്ങിയത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തേക്ക് സമ്മർദ്ദങ്ങൾ പോയി തുടങ്ങിയത് ഒരു 2009 മുതലാണ്. 1979 2011 ഉണ്ടായ ഭൂകമ്പങ്ങൾ, ഈ 2 വർഷങ്ങളിൽ ഉണ്ടായ ഭൂകമ്പങ്ങൾ അണക്കെട്ടിന് ഘടനാപരമായ വിള്ളൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ ഏകദേശം ഏറ്റവും കുറഞ്ഞതൊരു 40 ലക്ഷം ജനങ്ങളെങ്കിലും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരുപാട് അവസരങ്ങൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മളെന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഇപ്പം ചെയ്യണം. തെക്കേ അറ്റത്തെ പത്തനംതിട്ട മുതൽ വടക്കേ അറ്റത്തുള്ള തൃശ്ശൂർ വരെ പൂർണ്ണമായിട്ടും ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ നശിക്കും. യാതൊരു ഡൗട്ടും വേണ്ട. അവിടെയുള്ള ജനങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും സമയം കിട്ടില്ല. അത്രയ്ക്കും സ്ട്രോങ് ആയിരിക്കും. എല്ലാവരും പോയിട്ട് അറബിക്കടലിലായിരിക്കും ചെന്ന്
ചെന്ന് പതിക്കുന്നത്. ഇതൊക്കെ പറയാൻ പോലും അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പോലും ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. തമിഴ്നാടിന് ഇത് ഭാഗികമായിട്ട് മാത്രമേ ബാധിക്കുകയുള്ളൂ. പക്ഷേ പൂർണ്ണമായിട്ടും നമ്മുടെ ആണിത് ബാധിക്കാൻ പോകുന്നത്. ശേഷിക്കുന്ന ജില്ലകളിൽ പകർച്ചവ്യാധികൾ, പട്ടിണി, ദാരിദ്ര്യം, കറണ്ടില്ലായ്മ, നല്ല വിദ്യാഭ്യാസം നൽകാൻ പുതിയ തലമുറക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ ക്രൂരമായിട്ടുള്ള പ്രതിസന്ധികളായിരിക്കാം പ്രതിസന്ധികളായിരിക്കും ശേഷിക്കുന്ന ജില്ലകൾ നേരിടാൻ പോകുന്നത്. നമ്മൾ ഇനിയുള്ള സമയങ്ങൾ മാക്സിമം സർക്കാരിലേക്ക് സമ്മർദ്ദം കൊടുക്കുക എന്നാണ്. ഇപ്പോൾ ഇനി നിയമസഭാ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഈ മതങ്ങളുടെ പേരിലൊക്കെ വോട്ട് പോകുന്നത് ചോദിക്കുന്നതും ഒക്കെ നമ്മൾ പിടിച്ചു നിർത്തണം. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതാണ്. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് മാത്രം ഇവിടെ ഇങ്ങനെ സ്വസ്ഥതയിലും സമാധാനത്തിലും ജീവിച്ചാൽ പോരല്ലോ. നമ്മളെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാണ് ജീവിക്കുന്നത്. എപ്പോൾ നമ്മൾ ഒലിച്ചു പോകുന്നുള്ള പേടിയിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കുറേ മുൻപേ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷേ ഇനിയും സമയം വൈകിട്ടില്ല. അപ്പോൾ നമ്മുടെ വരും തലമുറയ്ക്ക് സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ഈ സ്ക്രീൻഷോട്ട് പോലെയുള്ള അല്ലെങ്കിൽ പോത്ത് ഒക്കെ പോലെയുള്ള കുരിശ് പോലെയുള്ള മതങ്ങളുടെ വോട്ടുകൾ കിട്ടാനായിട്ട് രാഷ്ട്രീയ തന്ത്രങ്ങൾ ആ ഒരു സമയത്ത് റിലീസാവുമ്പോൾ നമ്മൾ അതിനെ പിടിച്ച് കെട്ടിയിട്ട് നമ്മുടെ പൂർണ്ണ ആവശ്യമായിട്ട് മുല്ലപ്പെരിയാറിനെ നമ്മൾ മാറ്റുക. മുല്ലപ്പെരിയാർ ഡാം റീകമ്മീഷൻ ചെയ്യാൻ ആരാണോ തയ്യാറാവുന്നത്, അങ്ങനെ ഒരു വാഗ്ദാനം നമുക്ക് ആരാണോ നൽകുന്നത് അവർക്ക് മാത്രമായിരിക്കണം നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്. അത് ആരാണോ അങ്ങനെ നമുക്ക് ഉറപ്പ് നൽകുന്നത് അവർക്ക് നമ്മൾ വോട്ട് കൊടുക്കുക. അല്ലാത്ത പക്ഷം ഇനി നമുക്ക് അതേ വഴിയുള്ളൂ. അല്ലാതെ ഈ മതങ്ങളുടെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവർക്കും അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിൽ ഒക്കെ ഭിന്നിപ്പുണ്ടാക്കുന്നവർക്കൊന്നും നമ്മൾ വോട്ട് കൊടുക്കരുത്. കാരണം നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു വോട്ടെന്ന അവകാശത്തെ മുല്ലപ്പെരിയാർ റീകമ്മീഷൻ ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നതാണ്. കുറേ കാലം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2009 തുടങ്ങിയ വിഷയമാണിത്. ഇപ്പോൾ 2004 എത്ര വർഷങ്ങൾ ഇത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതിന് മുൻപേ ആളുകൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറച്ചും കൂടെ ഇപ്പോൾ നിയമസഭ ഇലക്ഷൻ വരെയൊക്കെ മുല്ലപ്പെരിയാർ നിൽക്കുമെന്നറിയില്ല. അങ്ങനെ നിന്നാൽ നമ്മുടെ ഭാഗ്യം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഒരുപാട് ആളുകളുടെ ലേഖനങ്ങളൊക്കെ വായിച്ചു നോക്കി. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവാൻ കഴിയുന്നത് ഒരു 10 വർഷമൊക്കെ അതങ്ങനെ അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു 10 വർഷം കിട്ടിയത് കൊണ്ട് കാര്യമില്ലല്ലോ. പുതിയ തലമുറയ്ക്ക് ആരോഗ്യപരമായിട്ടുള്ളൊരു അന്തരീക്ഷം തയ്യാറാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ 10 വർഷമല്ല, ഇനിയും ഒരുപാട് നൂറ്റാണ്ടുകൾ തന്നെ കേരളമായി തന്നെ നിലനിൽക്കണമെങ്കിൽ മുല്ലപ്പെരിയാർ റീകമ്മീഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ എൻ്റെ ഒരു സൂത്രം അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാൻ ഇത് പെട്ടെന്ന് ഇതിലേക്ക് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു ഇടപെടൽ ഇതിലേക്ക് ഉണ്ടാവണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെക്രട്ടേറിയറ്റും മന്ത്രിമാരുടെ ഓഫീസുകളും എല്ലാ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഓഫീസുകളും സർക്കാർ അധീനതയിലുള്ള എല്ലാ ഓഫീസുകളും ഈ ഒരു മുല്ലപ്പെരിയാർ പ്രദേശത്തേക്ക് മാറ്റിയാൽ ഉടനെ തന്നെ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതുവരെ ഇതിങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഭൂമികുലുക്കമോ ഉരുൾപൊട്ടലോ ഉണ്ടാകുമ്പോൾ നമ്മളിത് പറയും. വീണ്ടും വേനൽ വന്നാൽ നമ്മൾ മറന്നു പോകും. അപ്പം ചൂടിനെ കുറിച്ചായിരിക്കും എല്ലാവരും സംസാരിക്കുക. ചൂട് കഴിഞ്ഞ് മഴക്കാലം വരുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഭൂമി കുലുങ്ങുമ്പം വീണ്ടും മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കും. അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വോട്ട് ഒരുപക്ഷെ ഇനി വരുന്ന ഇലക്ഷനിൽ മുല്ലപ്പെരിയാറായിരിക്കാം പ്രചാരണ വിഷയം. കാരണം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ എന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഇനി വരുന്ന ഇലക്ഷനിൽ എല്ലാ പാർട്ടിക്കാരും മുല്ലപ്പെരിയാറിനൊരു പ്രചാരണ വിഷയമാക്കി മാറ്റാൻ സാധ്യതയുണ്ട്.
ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകുന്നതിന് പകരം നമ്മുടെ സർക്കാരിൻ്റെ അധീനതയിലുള്ള എല്ലാ ഓഫീസുകളും ഇടുക്കിയിലേക്ക് ഈ ഒരു മുല്ലപ്പെരിയാർ പ്രദേശത്തേക്ക് വന്നാൽ നല്ലതായിരിക്കും. പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. താങ്ക് യു.